അഭിനന്ദ, നമുക്കറിയാം നേപ്പാളിലായാലും ബംഗ്ലാദേശിലൊക്കെ ആയാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തുടങ്ങിയ മൂവ്മെന്റ് അങ്ങനെ ജെൻസികൾ ഏറ്റെടുത്തുകൊണ്ട് അധികാരത്തിലിരിക്കുന്നവരെ താഴെയിടുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു മൂവ്മെന്റ് ആകുമോ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു ആശങ്ക ഈ ഘട്ടത്തിൽ, ആശങ്ക എന്ന് പറഞ്ഞുകൂടാ, എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത്ര വലിയൊരു പിന്തുണയാണ് കിട്ടുന്നത്. ഒരു മിനിറ്റിൽ 500-ലധികം പേരൊക്കെയാണ് ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാൻ എത്തുന്നത്. ഒരു അക്കൗണ്ട് പൂട്ടിക്കുമ്പോൾ അടുത്ത അക്കൗണ്ട് തുറക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ ആളുകൾ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ അത്ഭുതങ്ങൾ സാധിച്ചെടുത്തത് ആരാണെന്ന് അറിയാമോ? പോലെ എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ആദ്യം അതിന് 5 ലക്ഷം ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് 50 ലക്ഷമാകുന്നു, 1 കോടിയാകുന്നു. ഇന്ന് അത് 1 കോടിയും പിന്നിട്ട് 30 ലക്ഷത്തിലേക്ക് എത്തുന്നു. ഈ സ്ഥാപകൻ തന്നെ വ്യക്തമാക്കുന്നത് ചില ലീഗൽ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അവിടെയും അവർ ഭയക്കാൻ തയ്യാറായില്ല. ഈ കാണുന്ന കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പുതിയ അക്കൗണ്ട് അത് രൂപീകരിക്കുകയായിരുന്നു. കോക്രോച്ച് ഈസ് ബാക്ക് രൂപീകരിച്ചത് ഇപ്പോൾ വെറും 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത നൽകുന്ന സമയത്ത് ഇതിന് വെറും 7000 ഫോളോവേഴ്സ് ആണ് ഉണ്ടായത്. ഞാൻ ഇപ്പോൾ എന്റെ ഫോൺ കയ്യിലെടുത്തപ്പോൾ 34,000 ഫോളോവേഴ്സ് ആയിരുന്നു. അതിപ്പോൾ 34,735 ഫോളോവേഴ്സ് എത്തുന്നു. പക്ഷേ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തശ്ശ? അപ്പോ നീ അവിടെ തകർത്തു അല്ലേ? തകർത്തു തരിപ്പണമാക്കി. നേപ്പാളിലും ബംഗ്ലാദേശിലും ഉണ്ടായതുപോലെയുള്ള ഒരു ജനകീയ യുവജന പ്രക്ഷോഭം ഉണ്ടാവുകയും അധികാരികളെയും ഭരണകൂടത്തെയും മറിച്ചിടാനാകുന്ന വിധത്തിലുള്ള ഒരു മൂവ്മെന്റായി ഇത് മാറാനുള്ള സാധ്യത കുറവാണ് എന്ന് സ്ഥാപകൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു. വിവിധ മാധ്യമങ്ങൾക്ക് ഇതിന്റെ സ്ഥാപക നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അഭിജിത് ദീപ്കെ മറുപടിയും നൽകിയിട്ടുണ്ട്. നേപ്പാളിലും ബംഗാളിലും ഉണ്ടായതുപോലുള്ള ഒരു പ്രക്ഷോഭത്തിന് ഒരു സാധ്യതയും ഇല്ല എന്നാണ് സ്ഥാപകൻ തന്നെ പറയുന്നത്. ഇന്ത്യയിലെ യുവത്വത്തെ ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു തന്നെ അപമാനിക്കരുത്. കൃത്യമായ രാഷ്ട്രീയ പക്വതയുള്ള യുവജന വിഭാഗമാണ് ഇന്ത്യയിലുള്ളത്. അവർ രാഷ്ട്രീയ പക്വതയോടുകൂടിയാണ് കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത്. അധികാരത്തിലുള്ളവരെക്കാൾ രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയ ബോധവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കോക്രോച്ചുകൾ എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു മൂവ്മെന്റായി മാറാനും ഭരണം പിടിക്കാനുമുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ യുവജനങ്ങൾക്കുള്ളിലെ മടുപ്പ്, അതൃപ്തി അത് മാക്സിമം പ്രകടിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഞങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. വരുന്ന 2-3 ദിവസങ്ങൾ ചിലപ്പോൾ വളരെ നിർണായകമായിരിക്കും. ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. Just wait and see.